So, students, we will algebra അടുത്ത ടോപ്പിക് ആയിട്ടുള്ള സൈക്ലിക് ഗ്രൂപ്പ്സിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് പ്രകാരം ഈ സൈക്ലിക് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നതാണ്. അപ്പോൾ സൈക്ലിക് ഗ്രൂപ്പ്സ് പറയുന്നതിന് മുന്നേ നമുക്ക് ചില കാര്യങ്ങൾ ബേസിക് ആയിട്ട് ഒരു ചെറിയൊരു നൊട്ടേഷൻ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതായത് നൊട്ടേഷൻ ഇത്രയേ ഉള്ളൂ. ഇഫ് G star is a group, then A star A is denoted as A square, A star A is denoted as A cube, etc. About etc. A raised to n is A star etc. star A n times. ഈ ഒരു നൊട്ടേഷൻ നമ്മൾ സ്ഥിരം ഈ സൈക്ലിക് ഗ്രൂപ്പ് പറയുന്നതിന് മുന്നേ പറയേണ്ടതാണ്. അത് നമ്മൾ സ്ഥിരം സൈക്ലിക് ഗ്രൂപ്പിന്റെ ഇതിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോ അത് ഓർക്കുക. അപ്പോ സെറ്റ് ഓഫ് ഇന്റിജേഴ്സ് അണ്ടർ അഡീഷനിൽ Z1 സ്ക്വയർ എന്ന് പറയുന്നത് Z1 പ്ലസ് Z1 ആണ്. Z1 ക്യൂബ് എന്ന് പറയുന്നത് ഇപ്പോ Z1 ക്യൂബ് Z1 പ്ലസ് Z1 പ്ലസ് Z1 അങ്ങനെ പോകും. അപ്പൊ Z1 റൈസ് ടു n എന്ന് പറയുമ്പോൾ Z1നെ n ടൈംസ് ആഡ് ചെയ്ത് Z1 പ്ലസ് Z1 പ്ലസ് Z1 അങ്ങനെ n ടൈംസ് ആഡ് ചെയ്ത് കിട്ടുന്നതിനെയാണ് നമ്മൾ Z1 റൈസ് ടു n എന്ന് പറയുന്നത്. അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് നൊട്ടേഷൻ ആണ്. Now സൈക്ലിക് ഗ്രൂപ്പ് ബൈ ഡെഫിനിഷൻ പറയുന്നതിന് മുന്നേ ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ എടുത്തിട്ട് നമുക്ക് ഒന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മുടെ ഡെഫിനിഷനിലേക്ക് പോവാം. എക്സാമ്പിൾ പറയുന്നത് നമ്മൾ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ Z4 പ്ലസ് 4 ആണ്. Z4 പ്ലസ് 4 അഡീഷൻ മോഡുലോ 4 Z4 എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. എലമെന്റ്സ് 0 1 2 3 0 1 2 3 ആണ് അതിന്റെ എലമെന്റുകൾ വരുന്നത്. അപ്പോ ഞാനിവിടെ ഓരോ എലമെന്റിനെ പ്രത്യേകം എടുക്കുകയാണ്. ഐ എം ടേക്കിംഗ് 0 0 0 പ്ലസ് 0 0 പ്ലസ് 0 പ്ലസ് 0 0 0 ഇൻഡിവിജ്വൽ എലമെന്റ് ആണ്. 0 പ്ലസ് 0 എന്ന് പറയുന്നത് അഗൈൻ ഇറ്റ് ഇസ് 0 പ്ലസ് എന്ന് പറയുന്നത് പ്ലസ് 4 0 ആണ്. 0 പ്ലസ് 4 0 is 0 0 പ്ലസ് 0 പ്ലസ് 0 ഈ മൂന്ന് പ്രാവശ്യം 0 അങ്ങനെ ആഡ് ചെയ്ത് പോവാണ്. 3 പ്രാവശ്യം 0 ആഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് 0 തന്നെയാണ് കിട്ടുന്നത്. 4 പ്രാവശ്യം ആഡ് ചെയ്താലും നിങ്ങൾക്ക് 0 തന്നെയാണ് കിട്ടുക. അപ്പം 0 കൂടെ എത്ര പ്രാവശ്യം 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ we get the same element 0 or we get the same set 0 itself. Now come to the second element 1. 1 എന്ന് പറയുന്ന എലമെന്റിനോട് കൂടെ 1 വീണ്ടും ആഡ് ചെയ്തിട്ട് എന്താ കിട്ടുന്നത് നമുക്ക് നോക്കാം. 1 is single element 1 and 1 plus 4 1 is 2, 1 plus 1 plus 1 is 3, 1 plus 1 plus 1 plus 1 ഇത് plus 4 ആയതുകൊണ്ട് 4 ന്റെ മൾട്ടിപ്പിൾ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ഈ കിട്ടുന്ന ആഡ് ചെയ്തിട്ട് കിട്ടുന്നതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡർ ആണ് നമ്മുടെ ഔട്ട്പുട്ട്. അപ്പം 1 plus 1 plus 1 plus 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന റിമൈൻഡർ 0 ആണ്. അപ്പൊ 0 നമുക്ക് 1 2 3 0 അല്ലെങ്കിൽ 0 1 2 3 ഈ സെറ്റിലത്തെ അതേ എലമെന്റ് തന്നെ അതേ എലമെന്റുകളെല്ലാം ഇവിടെ തന്നെ കിട്ടുന്നത്. അതായത് വി ആർ ഗെറ്റിംഗ് ദ സെയിം ഗ്രൂപ്പ് Z4 പ്ലസ് 4. 1നെ വീണ്ടും ആഡ് ചെയ്യുന്നു. ഇനി 2 ലേക്ക് വരാം. 2 പ്ലസ് 2 ദാറ്റ് ഈസ് 0 പ്ലസ് 4 ആയതുകൊണ്ട് 0 ആണ്. 2 പ്ലസ് 2 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 0 പ്ലസ് 2 ഇത് രണ്ടും കൂടി ആകുമ്പോൾ 0 ആണ്. പ്ലസ് 2 ദാറ്റ് ഈസ് 2. പിന്നെ 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 അഗെയിൻ 2 പ്ലസ് 2 പ്ലസ് 2 2 ആണ് 0 ആണ്. സോറി 2 പ്ലസ് 2 പ്ലസ് 2 ഇസ് ഇവിടുത്തെ പ്രകാരം 2 ആണ്. പ്ലസ് 2 എന്ന് പറയുമ്പോൾ 2 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 0 ആണ്. അല്ലെങ്കിൽ this is 0. 2 plus 2 is 0. This 2 plus 2 is also 0. അപ്പോൾ 0 തന്നെ കിട്ടുള്ളൂ. വീണ്ടും ഈ 2നെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും, വീണ്ടും 0 കിട്ടും, വീണ്ടും 2 കിട്ടും. അങ്ങനെ 0 2 0 2 0 2 ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. വേറെ പുതിയ എലമെന്റുകളൊന്നും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കില്ല. ഇതേപോലെ 3 എടുക്കാം. 3 പ്ലസ് 3 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2. 3 plus 3 is 2. 3 plus 3 plus 3 എന്ന് പറയുമ്പോൾ ഇത് 2 ആണ്. 2 plus 3 2 plus 3 is basically 5. പക്ഷേ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ that is 1. അപ്പോൾ 3 plus 3 plus 3 is 1. ഇതേപോലെ 4 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ അതായത് 3 raised to 4 ആണ് വരിക. 3 plus 3 plus 3 plus 3 അതായത് ഈ 3 പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ 1 ആണ് കിട്ടുന്നത്. അതിനോട് ഒരു പ്രാവശ്യം കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 1 plus 3 that is 4. 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 0. അപ്പോൾ നോക്കൂ 3 2 1
0, 0, 1, 2, 3. അപ്പോൾ 3 എന്ന് പറയുന്ന എലമെന്റിനെ വീണ്ടും ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് Z4 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ Z4-ലെ 0 എന്ന് പറയുന്ന എലമെന്റിനെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 0 എന്ന് പറയുന്ന ഒരു സെറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ. 1 എന്ന് പറയുന്ന എലമെന്റിനെ വീണ്ടും ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് Z4-ത്തെ എല്ലാ എലമെന്റുകളും കിട്ടും. 2 എന്നുള്ള എലമെന്റിനെ ആഡ് ചെയ്യുമ്പോൾ 0, 2 എന്ന് പറയുന്ന ഈ സെറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ. 0, 2 എന്ന് പറയുന്ന രണ്ട് എലമെന്റുകൾ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. 3 എന്ന് പറയുന്ന എലമെന്റിനെ വീണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഹോൾ Z4 ഹോൾ Z4 കിട്ടും. അപ്പൊ നമുക്ക് ഓർത്താൽ മതി, Z4 എന്ന് പറയുന്ന ഒരു സെറ്റിനെ ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഏത് എലമെന്റുകൾ മാത്രം മതി? വി നീഡ് ഓൺലി either 1 or 3. ഈ 1 എന്നുള്ള എലമെന്റിനെ വീണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പല പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ അവസാനം നമുക്ക് Z4 കിട്ടും. 3 എന്ന് പറയുന്ന എലമെന്റിനെ ആഡ് ചെയ്ത് പല പ്രാവശ്യം ആഡ് ചെയ്യുമ്പോൾ again we are getting Z4. അപ്പൊ Z4-നെ ഈ 1, 3 എന്ന് പറയുന്ന രണ്ട് എലമെന്റ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. Or in other words, we say that Z4 can be generated by 1 or 3 or Z4. ഇങ്ങനെയാണ് 1. This is Z4. അപ്പോൾ Z4 equal to generated by 1 equal to the set generated by 3. അപ്പോൾ Z4 എന്ന് പറയുന്നത് രണ്ട് എലമെന്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യാം. Z4 can be generated by 1, Z4 can be generated by 3. ഉള്ള ഡെഫിനിഷൻ പറയാൻ പോവാണ്. അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ കറക്റ്റ് ആയിട്ട് പറയാം. അപ്പോൾ Z4 can be called a cyclic group because it can be generated by a single element 1 or a single element 3. Or we can say that Z4 plus 4 is a cyclic group generated by 1, or 1 is a generator of Z4. 3 is also a generator of Z4. ഇതാണ് ഇതിന്റെ notation. Z4 equal to cyclic group generated by 1 അല്ലെങ്കിൽ cyclic group generated by 3. Cyclic group definition അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയും. തൽക്കാലം ഈ ഒരു എക്സാമ്പിൾ ഓർക്കാം. Z4 എന്നുള്ളതിനെ കംപ്ലീറ്റ് ആയിട്ട് 1 കൊണ്ട് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. Z4 എന്നുള്ളതിനെ 3 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. So Z4 is a group generated by 3. Z4 is a group generated by 1. So this is our first example. Now come to the second example. Z5 plus 5. Z5 plus 5. Z5 എന്ന് പറഞ്ഞാൽ അഡീഷൻ മോഡുലോ Z5 plus 5 എന്ന് പറഞ്ഞാൽ അഡീഷൻ മോഡുലോ 5 ആണ്. അപ്പോൾ 0, 1, 2, 3, 4 up to -1. 0, 1, 2, 3, 4 ആണ് അതിന്റെ എലമെന്റുകൾ. നമ്മൾ ഓരോന്നായിട്ട് എടുത്ത് നോക്കാം. The subgroup അല്ലെങ്കിൽ the set generated by 2, 0, 0 plus 0, 0 plus 0 plus 0 എല്ലാം 0 തന്നെ കിട്ടുകയുള്ളൂ. 0 plus 5, 0 equal to 0 etc. എങ്ങനെ ആഡ് ചെയ്താലും 0 മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ the set generated by 0 is only 0. Now the set generated by 1 നോക്കാം നമുക്ക്. 1 പിന്നെ 1 plus 5, 1 equal to 2, 1 plus 5, 1 plus 5, 1 equal to 3, 1 plus 5 plus 1 plus 5, 1 plus 5, 1 equal to 4. പിന്നെ 1 plus 5, 1 plus 5, 1 plus 5, 1 again plus 5, 1 equal to, and 5 ആണ് വരെ. 5 നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ആണ്, that is 0. അപ്പോൾ നോക്കൂ, 1, 2, 3, 4, 0. 1, 2, 3, 4, 0. Whole Z5 is generated by 1. ഇതേപോലെ 2 എടുത്ത് നോക്കുകയാണെങ്കിൽ 2 plus 5, 2 is 4. 2 plus 5, 2 plus 5, 2, 6 ആണ് ഇവിടെ. 6 നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ, that is 1. അങ്ങനെ പോകുമ്പോൾ 2 പിന്നെ 4, 1, 3, 0. ഹോൾ Z5 നിങ്ങൾക്ക് കിട്ടും. ഇനി 3 എന്ന് പറയുന്ന എലമെന്റിനെ എടുത്ത് ജനറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അഗൈൻ ചെയ്ത് നോക്കിയാൽ അറിയാം Z5 തന്നെയാണ് കിട്ടുക. 4 എന്ന് പറയുന്ന എലമെന്റിനെ എടുത്ത് ജനറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ Z5 എന്ന് പറയുന്ന ഹോൾ സെറ്റ് കിട്ടും. അപ്പൊ നോക്കൂ, ഈ Z5, the group Z5 plus 5 can be generated by each of these elements. അപ്പോൾ ഇതെല്ലാം Z5 ആണ്. Z5 അപ്പോൾ നമുക്ക് പറയാം Z5 is also a cyclic group and it has ഇവിടുത്തെ പോലെയല്ല, ഇവിടെ രണ്ട് ജനറേറ്റേഴ്സേ ഉള്ളൂ. പക്ഷെ Z5യുടെ കേസിൽ അങ്ങനെയല്ല. 0 ഒഴികെ മറ്റെല്ലാ എലമെന്റുകളും അതിന്റെ ജനറേറ്റേഴ്സ് ആണ്. 1ൽ നിന്ന് ഹോൾ Z5 കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. 2നെ ആഡ് ചെയ്ത് പോകുമ്പോൾ ഹോൾ Z5 ഉണ്ട്.
3ഉം 4ഉം ഒക്കെ അങ്ങനെ തന്നെയാണ് എക്സെപ്റ്റ് 0. 0 ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ എലമെന്റുകളും Z5 എന്ന് പറയുന്ന Z5+5 എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ജനറേറ്റേഴ്സ് ആണ്. Or Z5 is also a cyclic group generated and it has 4 generators. 1, 2, 3, 4. ഇങ്ങനെ 4 generators അതിലുണ്ട്. Z4 അങ്ങനെയല്ല. Z4 is also a cyclic group but it has exactly 2 generators, 1 and 3. കാരണം 1നെ ആഡ് ചെയ്ത് പോകുമ്പോഴാണ് ഹോൾ Z4 കിട്ടുന്നത്. 3നെ ആഡ് ചെയ്ത് പോകുമ്പോൾ ഹോൾ Z4 കിട്ടുന്നത്. പക്ഷെ 2നെ ആഡ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഹോൾ Z4 കിട്ടുന്നില്ല. ഓൺലി 0, 2 എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് അല്ലെങ്കിൽ അത് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോ Z4 is a cyclic group. It has generators 1 and 3. Z5 is a cyclic group. It also has all the generators 1, 2, 3, 4. All are generators of Z5. അപ്പോൾ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് സൈക്ലിക് ഗ്രൂപ്പിനെ കുറിച്ച് കിട്ടിയിട്ടുണ്ടാവും. ഡെഫിനിഷൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ എഴുതി തരാം, അല്ലെങ്കിൽ ബോർഡിൽ എഴുതുന്നതായിരിക്കും. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. 2 എക്സാമ്പിൾ. ഇത് രണ്ടും സൈക്ലിക് ഗ്രൂപ്പുകളാണ്. ഇൻ ജനറൽ സൈക്ലിക് ഗ്രൂപ്പ് എന്താണെന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്യുന്നതായിരിക്കും. അതിന്റെ കൂടെ കുറച്ചും കൂടെ എക്സാമ്പിളുകൾ നമുക്ക് ചെയ്യാം. ഇതിന്റെ കൂടെ തന്നെ പറയേണ്ട ഒരു ചെറിയൊരു തിയറം ഉണ്ട്. Let G be a group, then the set H equal to a raised to n, where a element of G and n element of Z is a subgroup of G for each a element of G. അപ്പോ ഇവിടെ പറയുന്നത്രേ ഉള്ളൂ. H equal to a square, a cube, a raised to 0, a square, etc. a raised to n, where n element of Z. ഈ സെറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് പവേഴ്സും വരും. ഈ സെറ്റ് എന്ന് പറയുന്നത് it is a subgroup of G. Where a is a member of G. അപ്പോൾ G എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ a raised to 0, a square, a cube, അതേപോലെ നെഗറ്റീവ് പവേഴ്സ് ആയിട്ടുള്ള a raised to -1, a raised to -2, a raised to -3. ഇവിടെ ഓർക്കുക, ഇതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. a square എന്ന് പറഞ്ഞാൽ a star a ആണ്, a cube എന്ന് പറഞ്ഞാൽ a star a ആണ്. അപ്പൊ നെഗറ്റീവ് പവേഴ്സ് വരുമ്പോൾ അതിനനുസരിച്ച് ഓപ്പറേഷൻ ഓപ്പറേഷൻ അനുസരിച്ച് മാറ്റണം. അപ്പോ ഈ സെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് G. ഓർക്കുക, അപ്പൊ ഒരു സെറ്റ് സബ് ഗ്രൂപ്പ് ആവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഷുഡ് ബി എ സബ്സെറ്റ്. സെക്കൻഡ്, ഇറ്റ് ഷുഡ് ബി ക്ലോസ്ഡ്. തേർഡ്, അതിൽ ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടാകണം. ഫോർത്ത്, അതിൽ ഇൻവേഴ്സ്, അതിലത്തെ ഓരോ എലമെന്റിനും അതിന്റെ ഇൻവേഴ്സ് അതിൽ തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ദിസ് a element of G ആയതുകൊണ്ട് a raised to 0, a square, etc. a raised to n is also element of G for all n. കാരണം G എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. അപ്പൊ ഇതിലത്തെ ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അത് G ഉണ്ടാകും. a ഉണ്ടാകും, a square ഉണ്ടാകും, a cube ഉണ്ടാകും, a square, അങ്ങനെ എല്ലാ എലമെന്റുകളും എയുടെ ഓപ്പറേറ്റ് ചെയ്ത് കിട്ടുന്ന സാധനങ്ങൾ തന്നെയാണ്. G ക്ലോസ്ഡ് ആണ്. അപ്പൊ എനിവേ ഈ എലമെന്റുകളൊക്കെ ജിയിലുള്ളത് തന്നെയാണ്. അപ്പൊ ഇതിലത്തെ ഏത് എലമെന്റ് എടുത്താലും അത് ജിയിലുണ്ട്. ദാറ്റ് മീൻസ് H ഈസ് എ സബ്സെറ്റ് ഓഫ് G. അത് ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജിയുടെ ഗ്രൂപ്പ് പ്രോപ്പർട്ടി മാത്രം ഉപയോഗിച്ചാൽ മതി. H becomes automatically a subset of G. ഈ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ H should be closed എന്നാണ്. H ക്ലോസ്ഡ് ആണെന്ന് വെച്ചാൽ Hലത്തെ എലമെന്റുകൾ നോക്കുക, ഒക്കെ a raised to n എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. അപ്പൊ രണ്ട് Hലത്തെ എലമെന്റുകൾ എടുത്ത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ Hലത്തെ തന്നെ മറ്റൊരു എലമെന്റ് തന്നെ കിട്ടണം. അപ്പൊ നമുക്ക് നോക്കാം. സപ്പോസ് x, y element of H, then x equal to a raised to n and y equal to a raised to m. X star y equal to a raised to n star a raised to m equal to a raised to n plus m, which is say a raised to p, where p element of Z. Appo x a raised to n ആണ്, n ഒരു ഇന്റിജർ ആണ്. y a raised to m ആണ്, m ഒരു വേറൊരു ഇന്റിജർ ആണ്. x star y എന്ന് പറഞ്ഞാൽ a raised to n star a raised to m, അതായത് a raised to n plus m. അപ്പൊ n ഉം m ഉം ഇന്റിജേഴ്സ് ആണ്. അപ്പൊ n plus m ഉം ഇന്റിജർ, അതായത് p ഉം ഇന്റിജർ ആയിരിക്കും. അപ്പൊ എന്തായി? x star y equal to a raised to p for some p element of Z. This implies x star y is also a member of H. അപ്പോൾ xy element of H എടുത്തു കഴിഞ്ഞാൽ x star y is automatically, it is proved that x star y is a member of H. So H is closed, അല്ലെങ്കിൽ
first condition ആയിട്ടുള്ള closure property is satisfied. അപ്പോൾ first condition H is closed. Now second condition എന്താണ് പറയുന്നത്, ഈ element of G എന്ന് പറയുന്ന സെറ്റിലെ ഐഡന്റിറ്റി എലമെന്റ് H ൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ E എന്ന് പറയുന്ന സെറ്റിലെ ഐഡന്റിറ്റി എലമെന്റ് സപ്പോസ് E, and I can take E as a raised to 0. E equal to a raised to 0 implies E element of H. E ലൈനെ നമുക്ക് വേണമെങ്കിൽ a raised to 0 എന്ന് എഴുതാം. a raised to 0 E equal to a raised to 0. 0 ഒരു ഇന്റിജർ ആണ്. അതായത് E എന്ന് പറയുന്നത് ഈ ഫോമിൽ തന്നെ കിടക്കുന്ന ഒരു എലമെന്റ് ആണ്. അതുകൊണ്ട് E equal to a raised to 0 implies E element of H. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ ഓക്കെ. Now third condition എന്ന് പറഞ്ഞാൽ suppose X element of H, then X inverse അതിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. X inverse അതിൽ ഉണ്ടാവണം. നമുക്ക് നോക്കാം. X element of H ആണെങ്കിൽ X equal to a raised to n. X equal to a raised to n. Now a raised to n element of H implies a raised to minus n element of H. n integer ആണെങ്കിൽ minus n integer ആണ്. അപ്പോൾ a raised to n H ഉണ്ടെങ്കിൽ a raised to minus n ഉം എന്തിൽ തന്നെ ഉണ്ട്, H ലുണ്ട്. Now we find a raised to n star a raised to minus n equal to a raised to n minus n equal to a raised to 0 equal to E. അപ്പോൾ a raised to n H ലുണ്ട്, n integer ആയതുകൊണ്ട് a raised to minus n ഉം H ഉണ്ടാകും. എല്ലാ ഇന്റിജേഴ്സിനെയും ഈ തരത്തിൽ വരുന്ന എല്ലാ എലമെന്റുകളും H ലുണ്ട്. അപ്പോൾ a raised to minus n element of H ആണ്. Also a raised to n star a raised to minus n equal to a raised to n minus n equal to a raised to 0 equal to E. അപ്പോൾ we take X inverse equal to a raised to minus n, and this means X element of H implies X inverse element of H for all X element of H. അപ്പോൾ മൂന്നാമത്തെ കണ്ടീഷനും ശരിയായി. ഏത് X എടുത്തു കഴിഞ്ഞാലും X inverse ഏത് X H എടുത്താലും അതിന്റെ ഇൻവേഴ്സ് X inverse H ൽ തന്നെയുണ്ട്. So this set is a subgroup of G. അപ്പോൾ സബ്സെറ്റ് ആണെന്നുള്ളത് ഒബ്വിയസ് ആണ്, കാരണം A എന്ന് പറയുന്നത് ജിൽത്ത് എലമെന്റ് ആണ്. ജിൽത്ത് എലമെന്റ് എടുത്ത് ഓപ്പറേറ്റ് ചെയ്ത് നമുക്ക് ജിൽത്ത് എലമെന്റുകൾ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ H ഒരു സബ്സെറ്റ് ആണ്. പിന്നെ H ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്തു. H ക്ലോസ്ഡ് ആണ്. അതേപോലെ E എന്നുള്ളതിന് നമുക്ക് E equal to a raised to 0. a raised to 0 എന്ന് പറയുമ്പോൾ ഈ ഫോമിലായി. അപ്പോൾ E is also a member of H. പിന്നെ ഏതൊരു X element of H എടുത്തു കഴിഞ്ഞാലും X is a raised to n. അപ്പൊ a raised to n H ലുണ്ട് എന്നുണ്ടെങ്കിൽ a raised to n H ലുണ്ട്, X H ഉള്ളതുകൊണ്ട് a raised to n H ലുണ്ട് എന്നുള്ളതെങ്കിൽ n ഇന്റിജർ ആണ്. n ഇന്റിജർ ആണെങ്കിൽ മൈനസ് n ഇന്റിജർ ആയിരിക്കും. അപ്പോൾ a raised to minus n ഉം H ലുണ്ടാകും. Also a raised to n star a raised to minus n is E. അപ്പോൾ നമ്മൾ X inverse equal to a raised to minus n. അപ്പോൾ a raised to X equal to a raised to n ആണെങ്കിൽ X inverse is a raised to minus n. So if X element of H, then obviously X inverse also element of H. So every X element of H has an inverse in H itself. So H becomes a subgroup of G. ഇത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ G എന്ന് പറയുന്ന സെറ്റിലത്തെ ഒരു ഗ്രൂപ്പിലത്തെ ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ A എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണെങ്കിൽ a square a cube അതേപോലെ a raised to minus 1 a raised to minus 2 a raised to minus 3 അങ്ങനെ കിട്ടുന്ന സെറ്റാണ് H. H എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ് ആണ് എന്നാണ് ഇപ്പോൾ പ്രൂവ് ചെയ്തത്. This is called, or this is the smallest subgroup of G that contains A. അപ്പോൾ A എന്ന് പറയുന്ന ജിയിലത്തെ എലിമെന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് സബ് ഗ്രൂപ്പ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സെറ്റ് ആണ് ആ സ്മോളസ്റ്റ് സബ് ഗ്രൂപ്പ്. അത് സബ്സെറ്റ് ആണ്, ഒബിയസ്ലി സബ് ഗ്രൂപ്പ് ആണ് എന്ന് നമ്മളിപ്പോ പ്രൂവ് ചെയ്തു. അപ്പോൾ the smallest subgroup that contains A for A element of G is this H equal to a raised to n for all A element of G. ഓരോ Aക്കും a square അങ്ങനെ കിട്ടുന്ന സെറ്റ് ആണ് സ്മോളസ്റ്റ് സബ് ഗ്രൂപ്പ് that contains A. അപ്പോ ഇവിടെ ഈ പറഞ്ഞ പോലെ എന്താ പറയാ, or this is the smallest cyclic group generated by A. Cyclic subgroup of G generated by A എന്ന് പറയും. അതടുത്ത വരുന്ന ക്ലാസ്സുകളിൽ പറയാം. അപ്പോൾ ഈ പറഞ്ഞ കാര്യം ഓർക്കുക, G ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ the smallest subgroup that contains A is this one, H equal to a raised to n, where n element of Z. Okay.
ഇവിടെ രണ്ട് എക്സാമ്പിളും ഒരു ചെറിയൊരു തിയറമാണ് ഞാൻ പറഞ്ഞത്. ആദ്യത്തെ എക്സാമ്പിൾ Z4 ആണ്, രണ്ടാമത്തെ എക്സാമ്പിൾ Z5 ആണ്. Z4 എന്ന് പറയുന്നത് 1 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, 3 കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ Z4 can be called, or Z4 is a cyclic group generated by 1. Z4 can be called as, or can be considered as is called a cyclic group generated. It is also a cyclic group generated by 3. Z5 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ 0 ഒഴികെ മറ്റ് എല്ലാ എലമെന്റുകളും കൊണ്ട് നമുക്ക് Z5 കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. 1 2 3 4 എല്ലാ എലമെന്റുകളും ആഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾ Z5 കിട്ടും. അപ്പോൾ Z5 is also a cyclic group and its generators are, ഒന്നല്ല 4 ജനറേറ്റേഴ്സ് ഉണ്ട്. 1 2 3 4. ഇവിടെ 2 ജനറേറ്റേഴ്സേ ഉള്ളൂ, 1 ഉം 3 ഉം. പക്ഷെ ഇവിടെ എല്ലാ എലമെന്റുകളും 0 ഒഴികെ എല്ലാ എലമെന്റുകളും Z5 എന്ന് പറയുന്ന അഡീഷൻ മോഡലോ അല്ല Z5 യുടെ ജനറേറ്റേഴ്സ് ആണ്. Z4 ഉം സൈക്ലിക് ഗ്രൂപ്പ് ആണ്, Z5 ഉം സൈക്ലിക് ഗ്രൂപ്പ് ആണ്. പിന്നെ പറഞ്ഞത് ഈ ഒരു തിയറമാണ്, the smallest subgroup of G that contains A is this one. ഇത്ര കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക്, സൈക്ലിക് ഗ്രൂപ്പിന്റെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സുകളിൽ അതിന്റെ ഡെഫിനിഷൻ കുറച്ചും കൂടെ എക്സാമ്പിൾസും നമുക്ക് ചെയ്യാം. ഓക്കെ.